Good morning, students. We are already learned about health behavior change. Now we are going to learn what are the models of health behavior change. Today we are learning about health belief model. Short form is HBM. Here are just an overview of HBM. It is developed as a theory. HBM health belief model is a theory of related to health behavior change. It's developed by Hobsbawm and Rosenstock and Kegels in 1950s. This theory explains why people take or avoid preventive health actions, and it is widely used in health promotion and behavior change interventions. എന്തുകൊണ്ടാണ് ആളുകൾ നമ്മുടെ പ്രിവെന്റീവ് ഹെൽത്ത് ബിഹേവിയർ എന്താന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ആളുകൾ പ്രിവെന്റീവ് ഹെൽത്ത് ആക്ഷൻസിനെ അല്ലെങ്കിൽ ബിഹേവിയറിനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ഒരു പ്രിവെന്റീവ് മെത്തേഡ് ഒരു തിയറിയാണ് ഹെൽത്ത് ബിലീഫ് മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Here are core components of HBM. There are 6 core components for HBM. We are going to one by one. So first one is perceived susceptibility. Susceptibility means ഒരാളുടെ acceptance ആണ്, ഒരാൾ ബിലീഫ് എന്ന് വെച്ചാൽ ഒരാൾ വിചാരിക്കുകയാണ്, ബിലീഫ് ചെയ്യാണ്, എനിക്കിങ്ങനെ ഒരു അസുഖം വരാൻ ഇന്ന കാരണങ്ങളൊക്കെ എൻ്റെ ചുറ്റുമുണ്ട്, അപ്പൊ എനിക്ക് ആ അസുഖം വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ബിലീഫിനെയാണ് സസെപ്റ്റബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരാൻ ചാൻസ് ഉണ്ടെന്നത് അയാൾ പെർസീവ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാമിലി ഹിസ്റ്ററിയിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ആ പേഷ്യന്റ് എനിക്കും വരാൻ ചാൻസ് ഉണ്ട്, കുറെ ചാൻസ് ഉണ്ട്, ഹെറിഡിറ്ററി റീസൺ ആണ് ഡയബറ്റീസിന്, അപ്പൊ എനിക്കും വരാൻ ചാൻസ് ഉണ്ടെന്ന് അയാൾ ബിലീവ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് എന്താ വെച്ചാൽ അയാൾ ഹയർ സസെപ്റ്റബിലിറ്റി ആണെങ്കിൽ, അയാൾ പോസിറ്റീവ്ലി സസെപ്റ്റബിൾ ആണെങ്കിൽ അയാൾ എന്ത് കരുതും, എനിക്ക് ചാൻസ് ഉണ്ട് വരാൻ, അതുകൊണ്ട് ഞാൻ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് അയാൾ എന്ത് ചെയ്യും, ഫിസിക്കൽ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യും. നേരെ നെഗറ്റീവ് സസെപ്റ്റബിലിറ്റിയും വരാം, എന്തായാലും എനിക്ക് വരുമല്ലോ, വന്നു കഴിഞ്ഞാൽ ഷുഗർ കഴിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഷുഗർ കഴിക്കാം എന്നുള്ള രീതിയിലും ഇത് പെർസീവ് സസെപ്റ്റബിലിറ്റി എന്ന് വരാം. ഓക്കെ, സെക്കൻഡ് വൺ ആണ് പെർസീവ്ഡ് സിവിയറിറ്റി. ഇപ്പൊ ഒരാളുടെ ഒരു കണ്ടീഷന്റെ ഒരു ഡിസീസിന്റെ സീരിയസ്നെസ്സിന്റെയും കൺസിക്വൻസസിന്റെയും കുറിച്ചുള്ള ഒരു അവയർനെസ്, അയാളുടെ അവെയർ ആവുക, അല്ലെങ്കിൽ ബിലീഫ് എന്ന് പറഞ്ഞാൽ അത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാൾക്ക് അതിനെ കുറിച്ചൊരു അക്സെപ്റ്റബിലിറ്റി, അയാൾ അക്സെപ്റ്റ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. പെട്ടെന്ന് ഒരാളോട് നിങ്ങൾക്ക് ക്യാൻസർ എന്ന് പറയുമ്പോൾ അയാൾ അത് അക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല, പക്ഷെ അതിന്റെ ഒരു സിവിയറിറ്റിയും കണ്ടീഷനൊക്കെ എത്രത്തോളാണെന്ന് അയാൾ മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്ത് അയാൾ അതിന്റെ പ്രിക്കോഷൻസ്, അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ഫോളോ ചെയ്യാൻ തയ്യാറാവുന്നതിനാണ് പെർസീവ്ഡ് സിവിയറിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ, ഒരു നമ്മൾ BP ഒക്കെ ട്രീറ്റ് ചെയ്യാതിരുന്ന അൺട്രീറ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന് സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസിനൊക്കെ കാരണമാകും. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ BP-യെ ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്താം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്ട്രോക്കിലേക്ക്. അപ്പൊ ഈ ഒരു റീസൺ അയാൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ അത് ട്രീറ്റ്മെന്റിന് വിധേയനാകാൻ തയ്യാറാവുന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഗ്രേറ്റർ സിവിയറിറ്റി പെർസീനസ് കൂടി കഴിഞ്ഞാൽ പ്രിവെന്റീവ് ആക്ഷൻസിനും കൂടുതൽ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് കോർ കോമ്പണന്റ് ഈസ് പെർസീവ്ഡ് ബെനിഫിറ്റ്സ്. എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരാള് ഒരു ഗുഡ് ഹെൽത്ത് ബിഹേവിയറിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ച് അവെയർ ആയിട്ട് അയാൾ ആ ഹെൽത്ത് ബിഹേവിയർ ഫോളോ ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒബിസിറ്റി പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും അതായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന അസുഖങ്ങളെ തടയാനും പറ്റും എന്നുള്ളത് അയാൾ മനസ്സിലാക്കിയത് കൊണ്ട് അയാൾ ആ ഒരു ഹെൽത്ത് ബിഹേവിയർ, എക്സസൈസ് എന്നുള്ള ഹെൽത്ത് ബിഹേവിയർ ഫോളോ ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് പെർസീവ്ഡ് ബെനിഫിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പെർസീവ്ഡ് ബാരിയേഴ്സ്, അതായത് എന്തൊക്കെയാണ് നമ്മളൊരു ഹെൽത്ത് ബിഹേവിയർ ഫോളോ ചെയ്യാൻ നമുക്ക് എന്തൊക്കെയാണ് തടസ്സം വരുന്നത് എന്നുള്ളതാണ് ബാരിയേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ തടസ്സത്തെ കുറിച്ച് അവെയർ ആകുക എന്നുള്ളതാണ് ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ജിമ്മിൽ പോകണം, ജിമ്മിൽ പോകാൻ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കാൻ പോകണം, പക്ഷെ നമുക്കറിയാം അതിന് സമയമില്ല, ആ ഒരു ടൈം നമുക്ക് കൊടുക്കാനില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെറുതെ അത് ചെയ്യാൻ നിൽക്കണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ ബാരിയേഴ്സ് ഒഴിവാക്കാതെ വേറെ എന്തെങ്കിലും, ഇപ്പൊ നമുക്ക് സമയമില്ലെങ്കിൽ വേറെ സമയം കണ്ടെത്തി ഉള്ള സമയത്തിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഒരു ഹെൽത്ത് ബിഹേവിയർ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബാരിയേഴ്സിനെ റെഡ്യൂസ് ചെയ്യാം. നമ്മൾ ജിമ്മിൽ പോയിട്ട് ചെയ്യുമ്പോൾ ജിമ്മിൽ പോകാനുള്ള ടൈം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടിന്റെ മുറ്റത്തൂടെ നടക്കാം, അല്ലെങ്കിൽ വീട്ടിൽ എക്സസൈസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനത്തെ രീതിയിൽ ബാരിയേഴ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് പെർസീവ്ഡ് ബാരിയേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
നെക്സ്റ്റ് കോമ്പണന്റ് ഈസ് ക്യൂസ് ടു ആക്ഷൻ. ക്യൂസ് ടു ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗുഡ് ബിഹേവിയർ ഫോളോ ചെയ്യാൻ, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ട്രിഗർ ചെയ്യുക, എന്തെങ്കിലും ഒരു സിഗ്നൽ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റേണൽ സിംറ്റംസ് പറയുകയാണെങ്കിൽ നമുക്ക് അസുഖത്തിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കാണാം. അതാണ് ഇന്റേണൽ ഫാക്ടർ ആണത്. ഉള്ളിൽ ബോഡിയിൽ നമ്മൾ അസുഖത്തിനുള്ള സിംറ്റംസ് കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ പോയി കാണിക്കുന്നു, ഡയഗ്നോസ് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് എടുക്കുന്നു. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പറഞ്ഞാൽ എന്തെങ്കിലും ഹെൽത്ത് മെസ്സേജസ് വരിക, നമുക്ക് അവയർനെസ് ക്ലാസ്സുകൾ അങ്ങനത്തേക്ക് വരിക, അതല്ലെങ്കിൽ ഡോക്ടർ അഡ്വൈസ് ചെയ്യുക, നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നിർബന്ധമായിട്ട് മരുന്ന് കഴിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തേ പറ്റൂ, ഡയറ്ററി ഹാബിറ്റ്സ് ഫോളോ ചെയ്തേ പറ്റൂ എന്ന് ഡോക്ടർ അഡ്വൈസ് ചെയ്യുമ്പോൾ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ഒരു എക്സാമ്പിൾ. അതിന് പറയണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ ആണ് റിമൈൻഡർ ഫോർ വാക്സിനേഷൻ. വാക്സിനേഷൻ വെക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇപ്പൊ ആശമാരൊക്കെ കുട്ടികളുടെ വാക്സിനേഷൻ ടൈം ആകുമ്പോൾ റിമൈൻഡ് ചെയ്യും വീട്ടിൽ. അപ്പൊ നമ്മൾ കറക്റ്റ് ടൈമിൽ പോയി വാക്സിനേഷൻ വെക്കും. അതൊരു എക്സാമ്പിൾ ആണ് ക്യൂ ടു ആക്ഷൻ കേട്ടോ. നെക്സ്റ്റ് സെൽഫ് എഫിക്കസി മീൻസ് അവർ കോൺഫിഡൻസ് ആണ്, നമ്മുടെ കോൺഫിഡൻസ് ഇൻ പെർഫോമിങ് ദി ബിഹേവിയർ സക്സസ്ഫുള്ളി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ വിശ്വസിക്കുകയാണ് എനിക്ക് സ്മോക്കിംഗ് ക്വൈറ്റ് ചെയ്യാൻ പറ്റും എന്ന് അയാൾ സ്ട്രോങ്ലി ബിലീവ് ചെയ്തിട്ട് അയാൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അതാണ് സെൽഫ് എഫിക്കസി, അയാളുടെ മനക്കരുത്ത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ ചില ആൾക്കാരെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ അസുഖം മാറിയത് അയാളുടെ മനക്കെട്ടി കൊണ്ടാണ്. ചില ക്യാൻസർ പേഷ്യൻസിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പൊ അതാ പറഞ്ഞത്, നമ്മുടെ സ്ട്രോങ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അസുഖം മാറാനുള്ള ബിഹേവിയേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, എന്താണ് പ്രാക്ടിക്കൽ യൂസസ് ഓഫ് ഹെൽത്ത് ബിലീഫ് മോഡൽ ഇൻ ഹെൽത്ത് സെക്ടർ എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് ഡിസീസ് പ്രിവെൻഷൻ ആണ്. PHBM is effective in promoting vaccination by emphasizing individual susceptibility to disease and benefits of preventive measure. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. വാക്സിനേഷന് വേണ്ടി നമ്മൾ ഇതുപോലെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാക്സിനേഷൻ കാരണം നമുക്ക് പല അസുഖങ്ങളെയും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല ഹെൽത്ത് ബിഹേവിയേഴ്സിനെ, എക്സസൈസ്, ഹെൽത്തി ഡയറ്റ് ഹാബിറ്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഹെൽത്ത് ബിലീഫ് മോഡൽ വഴി പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസീസ് പ്രിവെൻഷന് കാരണമാകും. അതുപോലെ ക്രോണിക് ഡിസീസ് മാനേജ്മെന്റ്, ഇപ്പൊ ഡയബറ്റീസ്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ പോലുള്ള അസുഖങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് ഗുഡ് ഹെൽത്ത് ബിഹേവിയേഴ്സ് ഫോളോ ചെയ്യൽ നിർബന്ധമാണ്. അപ്പൊ അതിനൊക്കെ ഈ ഒരു മോഡൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻസ് ഒക്കെ ഈ ഒരു തിയറി വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ ആൽക്കഹോളിക്കിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാനും ഒക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പയിന് വേണ്ടി ഇതിന്റെ കോമ്പണൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. എന്തൊക്കെയാണ് ഹെൽത്ത് ബിലീഫ് മോഡലിന്റെ സ്ട്രെങ്ത് ആൻഡ് ലിമിറ്റേഷൻസ് നോക്കാം. The HBM provides a structured approach to understanding health behaviors, making it easier to design effective intervention. അപ്പോൾ ഓരോ സാഹചര്യങ്ങളിൽ ഇന്റർവെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ കേസുകളിൽ ഡിഫറെന്റ് കേസുകളിൽ ഇന്റർവെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതിന് കറക്റ്റ് ഒരു ഫ്രെയിംവർക്കാണ് ഹെൽത്ത് ബിലീഫ് മോഡൽ എന്നുള്ളത്. രണ്ടാമത്തത് പേഴ്സണലൈസ്ഡ് ഇന്റർവെൻഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് മോഡൽ അലോസ് ഫോർ ടൈലേർഡ് സ്ട്രാറ്റജീസ് ബൈ അഡ്രസ്സിംഗ് ഇൻഡിവിജ്വൽ സസെപ്റ്റബിലിറ്റി ആൻഡ് ബെനിഫിറ്റ്സ്, എൻഹാൻസിങ് എൻഗേജ്മെന്റ് ഇൻ ഹെൽത്ത് പ്രൊമോട്ടിംഗ് ആക്ഷൻ. ഒരു ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വലിനെ നമുക്ക് എങ്ങനെ മോൾഡ് ചെയ്തെടുക്കാം, മോട്ടിവേറ്റ് ചെയ്തെടുക്കാം ഒരു ഡിസീസ് പ്രിവെൻഷൻ എന്നുള്ളതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഹെൽത്ത് ബിലീഫ് മോഡൽ. ഓക്കെ, സോ മോട്ടിവേഷൻ ആൻഡ് എബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസും ഇംപ്രൂവ് ചെയ്യാനും പേഷ്യൻസിനെ മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് ഈ ബിലീഫ് മോഡൽ യൂസ് ചെയ്യാം. So to conclude that health belief model help us to understand behavior change dynamics. ഒരാളുടെ ബാഡ് ബിഹേവിയറിനെ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നുള്ളതും ഒരാൾക്ക് എങ്ങനെ ഒരു ഗുഡ് ബിഹേവിയർ, ഹെൽത്ത് ബിഹേവിയർ അയാളെ അതിലേക്ക് അക്സെപ്റ്റബിൾ ആക്കാം എന്നുള്ളതും കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഹെൽത്ത് ബിലീഫ് മോഡൽസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഇതിന്റെ കോർ കോമ്പണൻസ് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ.